എണ്ണ കമ്പനികൾക്ക് എഥനോൾ യൂണിറ്റ് സ്ഥാപിക്കാൻ എന്ന പേരിലാണ് ഒയാസിസ് വാട്ടർ അതോറിറ്റിക്ക് അപേക്ഷ നൽകിയത്. അപേക്ഷയുടെ പകർപ്പ് മാതൃഭൂമി ന്യൂസിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. TS ഹരീഷ് അതിൻ്റെ കൂടുതൽ വിശദീകരണം നൽകും. ഹരി, ഇപ്പോൾ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. ഇത്രയും വലിയൊരു കമ്പനി, മദ്യശാല പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യവസായ രംഗത്തേക്ക് ഇറങ്ങുന്ന കമ്പനി എഥനോൾ നിർമ്മാണം എന്ന് പറഞ്ഞൊക്കെ അപേക്ഷ സമർപ്പിക്കുക, പിന്നീട് അത് മദ്യശാലയായി മാറുക. ഇത് എന്താണ് ഈ നാട്ടിൽ സംഭവിക്കുന്ന, ഹരി? ഈ ഒയാസിസ് എന്ന കമ്പനി വാട്ടർ അതോറിറ്റിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇത്രയും ബൃഹത്തായ ഒരു പദ്ധതിയാണ് ഇത് എന്ന് വാട്ടർ അതോറിറ്റി അനുമതി നൽകുമ്പോൾ അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യ ബോട്ടിലിംഗ് യൂണിറ്റ്, മദ്യനിർമ്മാണത്തിനുള്ള സ്പിരിറ്റ് നിർമ്മാണ യൂണിറ്റ്, ബ്രാൻഡി വൈനറി പ്ലാന്റ്, ബ്രൂവറി. അപ്പോൾ ഇതായിരുന്നു അവിടെയുള്ള ആ യൂണിറ്റ് മൊത്തത്തിൽ അവിടെ നടക്കാൻ പോകുന്ന സംഭവം എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ എഥനോൾ യൂണിറ്റ് നിർമ്മിക്കുന്നതിന് വേണ്ടി മാത്രമാണ് എന്നുള്ളതാണ് ഒയാസിസ് അനുമതിക്ക് വേണ്ടി വാട്ടർ അതോറിറ്റിക്ക് കൊടുത്ത അപേക്ഷയിൽ പറഞ്ഞിരുന്നത്. ഈ അപേക്ഷ പരിഗണിച്ചാണ് വാട്ടർ അതോറിറ്റി അനുമതി നൽകുകയും ചെയ്തത്. പക്ഷേ ഇതൊരു വലിയൊരു മദ്യനിർമ്മാണശാല എന്നുള്ള രീതിയിലേക്ക് വന്നിരുന്നില്ല, അത് വാട്ടർ അതോറിറ്റി അറിഞ്ഞിരുന്നില്ല എന്നാണ് ആ അപേക്ഷ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വാട്ടർ അതോറിറ്റിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഒയാസിസ് ഇത്തരത്തിലൊരു അനുമതി വാട്ടർ അതോറിറ്റിയിൽ നിന്ന് നേടിയെടുത്തത് എന്ന് നമുക്ക് പറയാം. പക്ഷേ ഹരി, ഇതൊരു ചെറിയ കാര്യമാണോ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുക? ഒരു കമ്പനി, വാട്ടർ അതോറിറ്റി പോലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ്. അതിനു മുമ്പിൽ ഞങ്ങൾ വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്, മുറുക്കാങ്കടയ്ക്ക് വേണ്ടിയിട്ടാണ് അപേക്ഷ നൽകുന്നത്, പക്ഷേ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റ് തുടങ്ങുമെന്ന് പറയുന്ന പോലെ എങ്ങനെ നടക്കുന്നു? ഈ അധികൃതർക്ക് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇവരൊന്നും ഇതിനെക്കുറിച്ചൊന്നും വിവരമില്ലാത്തവരാണോ ഈ കസേരകളിൽ ഇരിക്കുന്നത്? അങ്ങനെ ഇതൊരു തെറ്റിദ്ധാരണ എന്ന് വാട്ടർ അതോറിറ്റി പറഞ്ഞൊഴിയുമ്പോഴും അത് സംബന്ധിച്ച് കൃത്യമായ ഒരു അന്വേഷണം വേണ്ടിവരും. കാരണം ഇത്രയും ഒരു ബൃഹത്തായ പദ്ധതിക്കല്ല എങ്കിൽ എത്രമാത്രം അളവിൽ വെള്ളം വേണം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അതായത് ഇപ്പോൾ ഇവർ പറയും പോലെയാണ് വാട്ടർ അതോറിറ്റി അനുമതി കൊടുത്തത് ഈ ഒരു യൂണിറ്റിന്, എഥനോൾ എന്ന യൂണിറ്റിന് മാത്രമാണെങ്കിൽ അതിന് കുറച്ച് വെള്ളം, താരതമ്യേന കുറച്ച് വെള്ളം മതിയാവും. പക്ഷേ ഇതൊരു ബൃഹത്തായ പദ്ധതിയാകുമ്പോൾ ഇത്രയും വെള്ളം ആ ഒരു യൂണിറ്റിന് ആവശ്യമായി വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെ അനുമതി കൊടുത്തു എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം വേണ്ടി വരും. പക്ഷേ ഇപ്പോൾ വാട്ടർ അതോറിറ്റി ഇതിനെ ന്യായീകരിക്കുന്നത് ഈ വിധത്തിലാണ്. ഇതിന്റെ അനുമതി നൽകിയതിന്റെ കാരണമായി അവർ കാണുന്നതും ഈ അപേക്ഷയുടെ പകർപ്പ് ഉൾപ്പെടെ പുറത്തു വന്നതിലൂടെ നമുക്ക് വ്യക്തമാവുന്നത്.